ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കളക്ഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് വീണ്ടും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിനകത്ത് ബേസിക്കായിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എന്നുവെച്ചാൽ മിക്കവർക്കും എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷെ അത് ഫിനിഷിങ് പലരും പറയുന്നൊരു കാര്യമാണ്. ഫിനിഷിങ് വരുന്നില്ല, ഫ്രണ്ട് പോലെ ബാക്കും ഇരിക്കുന്നില്ല, എങ്ങനെയാണ് നോട്ടില്ലാണ്ട് തയ്ക്കുകയെന്ന്. അപ്പം ഞാൻ നോട്ടിട്ടും അതുപോലെ തന്നെ നോട്ടിടാനും തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു ഇത് കാണിച്ചു തരാം. അതുപോലെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചും ചെയ്താൽ മതി. ഇപ്പം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പം ഞാൻ ചുമ്മാ ഒരു 2 ലൈൻസ് വരച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് നോട്ടിടാതെ തയ്ക്കണ്ടേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നോട്ടിടാണ്ട് നമ്മൾ നോട്ടിട്ടാൽ തയ്ക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ആദ്യം തന്നെ ഇതിൻ്റെ ഇപ്പം നോട്ടിടാൻ അറിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെയാണ് നോട്ടിടണ്ടേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ ഫിംഗറിലൊന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ അത് പിരിച്ചൂരിയിട്ട് പിന്നെ വേറൊരു ഫിംഗറും കൊണ്ട് ഇതിങ്ങനെ വലിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴാണ് നോട്ട് വരുന്നത്. അതല്ലാണ്ടും പല മെത്തേഡിലും ചിലവർ ഇങ്ങനെ ലൂപ്പിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ത്രെഡ് വലിച്ച് അങ്ങനെ നോട്ടിടുന്നവരും ഉണ്ട്. ഇതുപോലെ ലൂപ്പുണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോട്ടിടുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ നോട്ടിടുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ തീരെ തിൻ നോട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ 2 സ്റ്റാൻഡ്സ് എടുത്തിട്ടുള്ളൂ, വളരെ തിൻ നോട്ടായിരിക്കും. അപ്പോൾ ഈ ചെക്കോട്ട അങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ ഈ നോട്ട് ആ ഹോളിൽ കൂടെ, മെറ്റീരിയലിൻ്റെ ഹോളിൽ കൂടെ ഈ നോട്ട് കയറിപ്പോകും. നോട്ടിടാതെ തയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം, മുഴുവൻ വലിക്കരുത്. ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ഇത്ര നൂലെങ്ങാലും ബാക്കിൽ വിടുക, മുഴുവൻ വലിച്ചെടുക്കരുത്, ഇത്രയും നൂല് വിട്ടിട്ട് പിന്നെ നമ്മൾ ആ നൂല് ഈ ഡിസൈൻ്റെ താഴത്തോട്ട് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുക. ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ചു തുടങ്ങുക. എന്ന് വെച്ചാൽ ഈ നൂലോടെ എടുത്ത് തയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ഞാൻ താഴെ പിടിച്ചിട്ടുണ്ട് ത്രെഡ്. ഇവിടെ എൻ്റെ ഫിംഗറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ടാണ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ആ നൂലും കൂടെ കയറിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത്, നൂലിൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ തയ്ക്കുക. അടുത്തത് വീണ്ടും ആ നൂലോടെ നമ്മളെടുക്കുകയാണ്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് ഉണ്ട്. ആദ്യത്തെ ഇതിൽ ഈ നൂലോടെ എടുത്തിട്ടുണ്ട്, രണ്ടാമത്തേൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തേലും വന്നിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഊരിയിട്ട് ആ ത്രെഡ് വെച്ചിട്ട്, ത്രെഡ് നീങ്ങിപ്പോയിട്ടുണ്ട്, ആ ത്രെഡ് അടിയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ത്രെഡോടെ കിട്ടണം നമുക്ക്. അപ്പം അത് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. നമ്മൾ ആ 2 നോട്ടം ചെയ്യുമ്പം ആയോ എന്ന് നമുക്ക് നോക്കാം. ഈ ത്രെഡ് കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ത്രെഡോടെ കൂടി എടുത്ത് ചെയ്തേച്ചാൽ മതി. അപ്പോൾ അത് ഊരിപ്പോരത്തില്ല. അങ്ങനെ സ്റ്റെം തയ്ക്കുക. സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ട് ഇനി അത് അവസാനത്തെ നോട്ട് ഇടണമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ തയ്ച്ചിരിക്കുന്ന, ഇപ്പോൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞു. ഇനി നീണ്ടു കിടക്കുന്നത് നമുക്ക് ഊരിക്കളയാം കേട്ടോ, കട്ട് ചെയ്ത് കളയാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിരിക്കുന്ന സ്റ്റെമ്മിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഒന്ന് ഇതാക്കുക. എന്നുവെച്ചാൽ നൂലൊന്ന് ഉടക്കി വെക്കുക, അല്ലെങ്കിൽ ഊരിപ്പോരുമല്ലോ, നമ്മൾ നോട്ടിടുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ 2-3 കുറച്ച് അധികം എടുത്തോളൂ. എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ വാഷിങ് പല രീതിയിലായിരിക്കും. ചിലവരിപ്പോൾ കോട്ടണിലാണ് തയ്ക്കണമെങ്കിൽ നമ്മളെല്ലാവരും വാഷിംഗ് മെഷീനിലിടും, കോട്ടൺ മെറ്റീരിയലിലാണെങ്കിൽ. സാരിയൊക്കെ ആണെങ്കിലാണ് നമ്മൾ വാഷിംഗ് മെഷീനിലിടാണ്ട് കൈകൊണ്ട് വാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിന് കൊടുക്കുന്നത്. ചുരിദാർ, ബെഡ്ഷീറ്റ് ഒക്കെയുള്ള മെറ്റീരിയലിൽ നമ്മൾ കോട്ടൺ മെറ്റീരിയലാണെങ്കിൽ, ഇളകില്ലാത്ത മെറ്റീരിയലാണെങ്കിൽ അത് വാഷിംഗ് മെഷീനിലിടും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ
നോട്ടില്ലാണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ വരുന്ന ത്രെഡ് ബാക്ക് സൈഡ് കാണുന്നത്. ഇനി നമുക്ക് നോട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് കാണാം. അപ്പം ബാക്കിൽ കാണുമ്പോൾ ഉള്ള ഡിഫറൻസ് ഏതാണ് നല്ലത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ നോട്ടിട്ടാണ് ഒരു സ്റ്റെം തയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ തയ്ക്കുന്നത് ഞാനിന്നിപ്പോൾ കാണിച്ചിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചാണ് നോട്ടിട്ടും ഇടാതെയും തയ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, സ്റ്റെം സ്റ്റിച്ച് ഇതുപോലെ തയ്ക്കാം നോട്ടില്ലാണ്ട് ത്രെഡ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റിച്ചസ് എങ്ങനെ തയ്ക്കും എന്നുള്ളത്. ഓരോ സ്റ്റിച്ചും ഇതുപോലെ തന്നെ ആണ് തയ്ക്കേണ്ടത്. ഇപ്പം വേറെ പലതിനും പല മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം സാറ്റിൻ സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് നോട്ട് ഇടുമ്പോൾ ഇതുപോലെ താഴെ ഒരു നോട്ട് കാണും. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നോട്ട് വരും, ഇവിടെയും ഒരു നോട്ട് വരും. അതിപ്പോൾ 6 സ്ട്രാൻഡ്സ് അല്ല 2 സ്ട്രാൻഡ്സ് ആയതുകൊണ്ടാണ് ഇത്ര കുഞ്ഞ് നോട്ട് കാണുന്നത്. അതിപ്പോൾ 6 സ്ട്രാൻഡ്സ് ആകുമ്പോൾ ഇതിലും വലിയ നോട്ട് വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ നോട്ട് ഇട്ടതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. സാറ്റിൻ സ്റ്റിച്ചൊക്കെ തയ്ക്കാൻ നേരത്ത് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ച രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡ് ബാക്കി വെച്ചു, ഇത്രയും ത്രെഡ് ബാക്കി വെച്ചു. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ ത്രെഡിൽ പിടിച്ചേക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വലിക്കുമ്പോൾ അതങ്ങ് ഊരിപ്പോരും. അപ്പോൾ ആ ത്രെഡിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തയ്യൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ച്ചു. വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ സ്റ്റിച്ചും തയ്ച്ചെന്ന് വെച്ച് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിൽ സാറ്റിൻ വരാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേളിൽ തന്നെ ഒരു ക്രോസ് ആയിട്ട് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഇത് ബലമായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സാറ്റിൻ തയ്ച്ച് തുടങ്ങാം. സാറ്റിൻ തയ്ക്കുമ്പം സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബാക്കി സെയിം എല്ലാം സാറ്റിൻ്റെ സ്റ്റിച്ച് വരെ. ഇത് അടിയിൽ പൊക്കോളും. നമ്മളിപ്പോൾ തയ്ച്ചിരിക്കുന്നത് അടിയിൽ പൊക്കോളും. അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട, അവിടെ വൃത്തിയിടാവില്ലേ എന്നോർത്തിട്ട് ഇതുപോലെ ബാക്കി സാറ്റിൻ നമ്മൾ തയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻഡിങ് തയ്ക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റെം സ്റ്റിച്ചിൽ എൻഡിങ് കാണിച്ച പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ നൂലെടുത്താണ് നമ്മൾ എൻഡ് ചെയ്യണത്. അപ്പോൾ നോട്ടേ ഉണ്ടാകത്തില്ല ബാക്ക് സൈഡിൽ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഷാഡോ വർക്കും എല്ലാത്തിലും ഇതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി. നോട്ടില്ലാണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നോട്ടിടുവാണ് വേണ്ടത്. ഈ ത്രെഡൊക്കെ നമുക്ക് അവസാനം കണ്ടിച്ച് കളയാം. അപ്പോൾ അവിടെ ഉണ്ടാവില്ല, അത് കണ്ടിച്ച് കളഞ്ഞു. ഇനി നമ്മൾ നോട്ടിടുന്നതിന് പകരം ഇതുപോലെ കയറ്റി ഇറക്കി ഓരോ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തയ്ച്ചതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി വെച്ചാൽ മതി. അത് ഊരിപ്പോരില്ല. കുറച്ചധികം ചെയ്യണം, എന്ന് വെച്ചാൽ നമ്മൾ നോട്ട് ഇടുന്നില്ല, അതുകൊണ്ട് ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചധികം ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യണത്. അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നോട്ടൊന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് തന്നെ ഇരിക്കും. ഫ്രണ്ടിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ബാക്കിൽ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ വലിച്ചേക്കുന്നത് പല സ്ഥലത്തുമായിട്ടാണ്. ഇല്ല, നമ്മൾ നോക്കി തന്നെ നേരെപാടിന് ചെയ്യുവാണെങ്കിൽ ഈ ഫ്രണ്ട് പോലെ തന്നെ ബാക്ക് ഇരിക്കും. ഈ ത്രെഡിൻ്റെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എടുത്തേക്കുന്ന മാതിരി എടുക്കാണ്ട് വൃത്തിയായിട്ട് തന്നെ എടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒരുപോലെയായിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോട്ടില്ലാണ്ട് തയ്ച്ചാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സിൽക്ക് സാരീസ് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകളിൽ തയ്ക്കുമ്പോഴൊക്കെ ഇതുപോലെ. ബാക്കിയുള്ള കോട്ടൺ സാരീസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും നോട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതുള്ളവർ പെട്ടെന്ന് ഊരി പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ചെക്കോട്ട അങ്ങനെയുള്ള അകന്ന മെറ്റീരിയൽ തയ്ക്കുമ്പോൾ അടുത്തുള്ള മെറ്റീരിയൽ തയ്ക്കുമ്പോൾ ഇതുവരെ നോട്ടില്ലാണ്ട് തയ്ച്ചാലും കുഴപ്പമില്ല. പക്ഷേ അകന്ന മെറ്റീരിയൽ തയ്ക്കുമ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്നത് നോട്ടിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സോ എന്തെങ്കിലും ട്രിക്സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.